ഇപ്പം അതിനുശേഷം ഇപ്പം നിൽക്കുന്ന മമ്മൂക്കയും ലാലേട്ടനെയും ഈ സമയത്ത് മീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ തുടരും പോലുള്ള സിനിമകളിൽ പഴയ നായികയായിട്ടുള്ള നമ്മുടെ ശോഭന ചേച്ചി നായികയായിട്ട് വീണ്ടും വന്നു. അപ്പം ഇനി ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അങ്ങനെ ഇവരുടെ നായികയാവാൻ ഒരു ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും ഉത്തരം പറ. നമ്മുടെ ആഗ്രഹമൊക്കെ മാത്രം നടക്കുകയെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ നടക്കണം. ഓഹോ, അപ്പൊ ആ കക്ഷി താനാണല്ലേ? അതെ, ആ നിർഭാഗ്യവാൻ ഞാനാണ്, കാലിത്തങ്കൻ. ആഗ്രഹം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഇന്നും ആഗ്രഹം തന്നെയാണ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഹീറോയിനായിട്ട് അഭിനയിക്കാൻ. വിളിക്കണ്ടേ? ആരെങ്കിലും വിളിക്ക്. അവരിനി ചിന്തിക്കത്തില്ല. മോഹൻലാൽ മമ്മൂട്ടി എന്റെ കൂടെ അഭിനയിക്കാൻ റെഡി ആവണ്ടേ? ആണോ? പിന്നല്ലാതെ അവര് വിചാരിക്കും നിവിന്റെ അമ്മ, ഫഹദിന്റെ അമ്മ, ഇങ്ങനെ അമ്മയായിട്ട് അഭിനയിച്ച് ഇനിയിപ്പോ അവര് എന്റെ നായികയായിട്ട് വെച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് വേണ്ട വെച്ച് കാണും. അങ്ങനെ നിങ്ങൾ മാത്രം തീരുമാനിച്ചാ പോരാ. അങ്ങനൊന്നും ഉണ്ടാവില്ല. ആർക്കറിയാം, ചോദിക്കാം. നെക്സ്റ്റ് ടൈം നമുക്ക് ലാലേട്ടനെയൊക്കെ കാണുമ്പോ ചോദിക്കാം. എന്നാ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ അങ്ങനെ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. ശോഭന ചേച്ചി വന്നില്ലേ? എന്നാ പിന്നെ അടുത്ത പടത്തിൽ നമുക്കൊരു ശോഭന അങ്ങനെ ആരുടെയും അമ്മയായിട്ട് അഭിനയിച്ചിട്ടില്ലല്ലോ. പക്ഷെ ആ ലെവലിൽ തുമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തുമ്മന്റെ കൺട്രോളിങ്. അല്ല, അമ്മയായിട്ട് അഭിനയിക്കുന്ന അത്ര വലിയ പ്രശ്നമൊന്നും അല്ലേ ചേച്ചി? ഞാൻ എന്ത് ചെയ്യാം? എന്തോ ചെയ്യുമെന്ന് പറ. ആരാധകർ നാറികൾ ഈ ഹൈദരാബാദിൽ ഇവറ്റകൾ സ്വയം തരില്ലെന്ന് വെച്ചാൽ എനിക്കറിയാം, മലയാളം ഓഡിയൻസ് എനിക്ക് ആ ഫ്രീഡം തന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ ഞാൻ ഇങ്ങനെ അഭിനയിച്ചാൽ ഇന്നും ഇവരുടെ നായികയായിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാല് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും തന്നെ എനിക്ക് ഉറപ്പുണ്ട്. എന്തോ എങ്ങനെ മാറിയാൽ പരസ്പരം കുറ്റം പറയും. വെരി കറക്റ്റ്. പക്ഷേ